ഒരു യാദൃശ്യമായിട്ട് ഞാൻ പോവാന്ന് സമയത്ത് കാര്യം കണ്ടു. നാളെ നല്ല തിരക്കുള്ള ദിവസമല്ലോ അല്ലേ? നാളെ കല്യാണങ്ങളുണ്ട് കുറെ. 200-ലധികം കല്യാണങ്ങളുണ്ട്. 200-ലധികം കല്യാണങ്ങളുണ്ട്. അപ്പൊ കുറച്ചുകൂടി സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർമ്മല സമയമൊക്കെ നമ്മൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല അല്ലേ? തിരക്കായിരിക്കും. ഞാൻ നേരത്തെ പൂ മേടിക്കുന്ന ഇടയിൽ ഒരു യാദൃശ്യമായിട്ട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇന്നാണ് ആദ്യം ശ്രദ്ധിക്കുന്നത്. അത് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തൊട്ടിപ്പുറത്തെ നടയില് കുറച്ച് തുളസിയും ഒരു മുല്ലപ്പൂ ഇങ്ങനെ വെച്ചിട്ട് ഒരു ഇലയില് വെച്ചിട്ട് ഞാനപ്പോ അവിടെ അതെന്താ അവിടെ വെച്ച് നോക്കണേ? ഇവിടെ വന്ന ദിവസം തൊട്ട് തുടങ്ങിയാണ്. ഭഗവാൻ ഒരു കഷ്ണം മുല്ലപ്പൂവും ഒരു കഷ്ണം തുളസിയായിട്ട് വെച്ചു. ഭഗവാന് ഹരകൃഷ്ണ എല്ലാ ദിവസവും കച്ചവടം തുടങ്ങുന്ന മുമ്പ് ഭഗവാന് തുളസി മുല്ലപ്പൂ അതെന്തായാലും ചെയ്തിരിക്കും. ഞാൻ ഇന്നാളെ എപ്പോഴും അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ലാത്തോണ്ട് പറ്റണ പോലെ തിരിയും കത്തിച്ചേക്കും. എന്തായാലും സന്തോഷം. ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിവിടെ പോണതിന്റെ അടുത്ത് ശരിക്കും ആരെങ്കിലും കണ്ടു ചർച്ച പൂവാച്ചിരിക്കുന്ന കയ്യിലെടുത്ത് മാറ്റുന്നു. അത് ശരിക്കും വെച്ചിരിക്കുന്ന പറയാന്ന് ഭഗവാന്റെ നടയിൽ ഞാനൊരു ശരിക്കും ഭഗവാനെ സമർപ്പിച്ചിട്ടാണ് അതെല്ലാ ദിവസവും കഷ്ടപ്പെടുന്നത്. ഹരേ കൃഷ്ണ. എന്നാലും ഒരുപാട് സന്തോഷം. ശരി, ഹരേ കൃഷ്ണ. ഇന്നൊരു കാര്യം ചോദിക്കാൻ പേരെന്താ? പേര് ലിജു. ലിജു. എവിടെ വീട്? ചേറ്റുവ. ഇവിടെ എത്ര കാലായി? 6 മാസമായി. 6 മാസമായി. എല്ലാ ദിവസവും ഭഗവാന്റെ നടയിൽ തന്നെയല്ലേ? ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രത്യേകത തോന്നിട്ട് മനസ്സിലായി? എന്തെങ്കിലും പ്രത്യേകത വെച്ചാല് ഇവിടെ വന്നേ പിന്നെ ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. ഒരു ദിവസം പോലും മുടങ്ങിയിട്ടില്ല. എന്നും വരാൻ തോന്നും. പിന്നെ എന്നും കാണാതിരിക്കാനായിട്ട് തോന്നില്ല. എന്നും നടക്കില്ല. ഇങ്ങനെ മുടക്ക് വന്ന വല്ല സാഹചര്യം ഉണ്ടായിട്ടില്ല? ഇല്ല. മുടക്ക് ഇപ്പൊ പതിവില്ലാണ്ട് വന്നേ പിന്നെ വരുമ്പോഴും പോകുമ്പോഴും അവിടെ നടക്കിൽ കയറി തൊഴാൻ തോന്നും. അത് ഇവിടെ തന്നെ പോകുള്ളൂ. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിലൊക്കെ കഴുകി ഭംഗിയായിട്ട് വെച്ച് ഇലയിലൊക്കെ വെച്ച് അത് പുഞ്ചിരോട് സന്തോഷത്തോടു കൂടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും സന്തോഷം. പക്ഷെ ഇന്ന് ആ ഭഗവാന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സമർപ്പണം വളരെ സന്തോഷം. എന്തായാലും സന്തോഷം. ഹരേഷ് എല്ലാം ഭംഗിയായിട്ട് നടക്കും.